നമ്മൾ ഹെയർ കെയറിനെ പറ്റി മാത്രമേ സംസാരിക്കൂ. എനിക്കറിയാം മേക്കപ്പിനെ പറ്റിയും സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞ് ഹെയർ കെയർ എന്നുള്ള ടോപ്പിക് ഞാൻ ഓൾമോസ്റ്റ് മറന്നു പോയി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ മീ വൺ തിങ്, നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ലേ? ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ കുറച്ച് സിമ്പിൾ ആൻഡ് വെരി ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ ഹെയർ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ കീപ് ദീസ് പോയിന്റേഴ്സ് ഇൻ യുവർ മൈൻഡ്. ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ ഹന. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ളത് എപ്പോഴെന്നറിയോ? ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നടന്ന് ട്രിപ്പ് പോകുമല്ലോ, നമ്മൾ ഈ ബാംഗ്ലൂർ, മൈസൂർ അങ്ങോട്ടൊക്കെ. ആ ടൈമിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം വേറൊന്നുമില്ല, അവിടുത്തെ വാട്ടറാണ്. സോ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ നമ്മൾ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ചില ടാപ്പ് വാട്ടേഴ്സ് കുറച്ച് സോൾട്ടി ആയിരിക്കും. പ്രത്യേകിച്ച് ദുബായിലൊക്കെ ആണെങ്കിൽ സോൾട്ട് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക, പകരം യൂസ് വെരി ക്ലീൻ വാട്ടർ. അപ്പൊ നിങ്ങളായിരിക്കും ക്ലീൻ വാട്ടറിന് ഇപ്പം ഞാൻ എവിടെ പോകും? സിമ്പിൾ ആണ്, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലേ, അതിൽ കുറച്ച് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് അത് ഹെയറിനും ഫേസിനും യൂസ് ചെയ്യാം. ഈ പറയുന്ന ക്ലീൻ വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഫേസ് ആൻഡ് ഫോർ യുവർ ഹെയർ. ഇനി ലെറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിന് ഒരു കുഴപ്പമില്ല, നല്ല ക്ലീൻ വാട്ടർ ആണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഹെയർ ഫോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. വേറൊന്നല്ല, നമ്മുടെ ഹെയറിന് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്താണെന്ന് അറിയോ? ദാറ്റ്സ് പ്രോട്ടീൻ. സോ മേക്ക് ഷുവർ യു ഈറ്റ് എ ലോട്ട് ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. യെസ്, ഇപ്പൊ നിങ്ങൾ അറിയാം ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും എല്ലാത്തിനും ഫുഡ് ശ്രദ്ധിക്കണം. യെസ്, ഇറ്റ് ഈസ് ട്രൂ. നമ്മളെ ഹെയർ ആയാലും സ്കിൻ ആയാലും ഓവറോൾ ബോഡി ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് ഒന്ന് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. സോ കീപ് ലൈക് ബി വെരി മൈൻഡ്ഫുൾ ഓഫ് വാട്ട് യു ഈറ്റിംഗ്. പിന്നെ പറ്റുന്നതും ഹീറ്റ് അപ്ലയൻസസ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. എനിക്കറിയാം കേൾ ചെയ്താലും സ്ട്രേറ്റ് ചെയ്താലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ബട്ട് ട്രൈ ലിമിറ്റിംഗ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ആവശ്യത്തിന് യൂസ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ലെറ്റ്സ് സേ വീക്ക്ലി വൺസ് ഒക്കെ ഹെയർ സ്ട്രേറ്റ് ചെയ്യുന്നതൊന്നും കേൾ ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല, അതിന് മുന്നേ നമ്മളിപ്പോൾ ലെറ്റ്സ് സേ ഞാൻ കേൾ ആണെങ്കിൽ അതിന് മുന്നേ യൂസ് ചെയ്യേണ്ട ഹീറ്റ് പ്രൊട്ടക്റ്റൻ പോലുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് വെറുതെ ഹീറ്റ് അപ്ലയൻസസ് എടുത്ത് ഹെയറിൽ കൊണ്ടേ വെക്കരുത്. ഇറ്റ് വിൽ ഡാമേജ് യുവർ ഹെയർ. പിന്നെ നമ്മൾ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരുണ്ട്, എന്താ അറിയോ? നമ്മൾ ഈ വെറ്റ് ഹെയറിനെ പിടിച്ച് സ്റ്റൈൽ ചെയ്യും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ വേണമെങ്കിൽ വെറ്റ് ഹെയറിനെ ബ്ലോ ഡ്രൈ ചെയ്തോ കുഴപ്പമില്ല, ദാറ്റ് ഇസ് വൺ തിങ്. പക്ഷെ നമ്മൾ വെറ്റ് ഹെയറിനെ പിടിച്ച് സ്റ്റൈൽ ചെയ്താൽ ഹെയർ ബ്രേക്കേജ് എന്തായാലും ഉറപ്പാണ്. അതുകൊണ്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ലെറ്റ് യുവർ ഹെയർ എയർ ഡ്രൈ. എന്നിട്ടൊന്ന് എയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം സ്റ്റൈൽ ചെയ്യുക. അങ്ങനെ വേണം ചാൻസ്. ഇന്നൊരു ഫംഗ്ഷൻ ഒക്കെ പോവാണെങ്കിൽ തലേ ദിവസം വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്തോ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഹീറ്റ് പ്രൊട്ടക്റ്റൻ പോലുള്ള സാധനം അല്ലെങ്കിൽ മറ്റേ ഹെയർ മൂവ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഒരു കുഴപ്പമില്ല. സോ ജസ്റ്റ് ബി കെയർഫുൾ ഓഫ് ദാറ്റ് ആസ് വെൽ. ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബട്ട് സ്റ്റൈലിംഗ് വരുമ്പോൾ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ഓൺ വെറ്റ് ഹെയർ. ഓൾസോ നമ്മൾ ഹെയർ വീക്ക്ലി എത്ര ടൈംസ് വാഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു. ഞാൻ പേഴ്സണലി വീക്ക്ലി 3 to 4 ടൈംസ് ആണ് ഹെയർ വാഷ് ചെയ്യുന്നത്. എനിക്ക് ഓയിലി സ്കാൽപ്പ് ആണ്. ബട്ട് ഇഫ് യു സമ്മൺ ഹൂസ് ലൈക്ക് ഗോയിങ് ഔട്ട് എവറി ഡേ, എപ്പോഴും പുറത്ത് പോകുന്ന, നല്ലോണം സ്വെറ്റ് ആകുന്ന, സ്കാൽപ്പ് ഡേർട്ടി ആകുന്ന അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സും ഹെയർ വാഷ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. ബട്ട് കീപ് എ ട്രാക്ക് ഓഫ് ദാറ്റ് ആസ് വെൽ, ബിക്കോസ് അതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മെയിൻ എയിം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇസ് ടു കീപ് അവർ സ്കാൽപ്പ് ആസ് ക്ലീൻ ആസ് പോസിബിൾ. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാണ്, എന്നെ പോലെ ഓയിലി സ്കാൽപ്പുള്ള ഒരാളാണെങ്കിൽ ഗോ ഫോർ എ ക്ലാരിഫൈങ് ഷാംപൂ. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഗോ ഫോർ എ മോയ്സ്ചറൈസിങ് ഷാംപൂ. ഇനി നിങ്ങൾ ഇതെല്ലാം ഇതിന് ഉൾട്ടായിട്ട് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ ഞാൻ പറയാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണ് ആൻഡ് യു ആർ യൂസിങ് എ ക്ലാരിഫൈങ് ഷാംപൂ. വേറൊന്നുമില്ല, നിങ്ങളുടെ സ്കാൽപ്പ് ഉള്ളതിലും ഡ്രൈ ആവുകയുള്ളൂ ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ബി ലൈക്ക് വെരി ഫ്ലേക്കി ആൻഡ് സ്റ്റഫ്. സോ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നല്ലോണം ശ്രദ്ധിക്കുക, നോക്കി കണ്ടും മാത്രം സാധനം വാങ്ങാം. ഇനിയുള്ള ഒന്നാണ് ഹെയർ ഓയിലിംഗ്. ഓക്കെ, ആൻഡ് ഇത് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സ്കാൽപ്പും ആവട്ടെ, ബട്ട് ഹെയർ ഓയിലിംഗ് ഇസ് എ മസ്റ്റ്. ഞാൻ കണ്ടു കാണിച്ച മണ്ടത്തരാണ്, ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് ഓയിലി സ്കാൽപ്പ് ഞാൻ ഓയിൽ ചെയ്യാറുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം ഐ ഡു ഇറ്റ് വെരി റെഗുലർലി. റെഗുലർ മാത്രം ഞാൻ ആഴ്ചക്ക് ഒരു ദിവസമാണ് ചെയ്യാറ്. ആൻഡ് ഒരു ദിവസം എങ്കിലും വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യും എന്നതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. സോ പ്ലീസ് ഡു ദാറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. എനിക്കറിയാം മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഓയിൽസ് അവൈലബിൾ ആണ്. ഇഫ് യു കംഫർട്ടബിൾ യൂസിങ് എ കോക്കനട്ട് ഓയിൽ, ഗോ ഫോർ ഇറ്റ്. അതല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആൽമണ്ട് ഓയിൽ ആൻഡ് ഒലിവ് ഓയിൽ ആണ് എൻ്റെ ബേസ് ഓയിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ് യൂസിങ് ദം. പേഴ്സണലി എനിക്ക് കോക്കനട്ട് ഓയിൽ ഇഷ്ടമല്ല. ഇനിയിപ്പോ എല്ലാവരും പറയുന്ന വേറൊരു സാധനമാണ് എസെൻഷ്യൽ ഓയിൽ. നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് ആവട്ടെ, അല്ലെങ്കിൽ ബേസിക്കലി ഓവറോൾ ഹെയറിന്റെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല പ്രോഡക്റ്റ് ആണത്. ബട്ട് അതൊരു നെസസിറ്റി ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ലാണ്. കാരണം നിങ്ങളുടെ ഹെയറിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെങ്കിൽ അതിനൊരു ആവശ്യമില്ല. നിങ്ങളെ മുടി നിങ്ങളെ വെറും ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഫ് ഇറ്റ്സ് ഓൾ ഗുഡ്, ഒരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഇറ്റ്. നിങ്ങൾ വെറുതെ എസെൻഷ്യൽ ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്.
ഞാൻ എന്റെ ഒലിവ് ഓയിലിനകത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ റോസ്മേരി അങ്ങനെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അഗൈൻ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് ഓൺ യു ആൻഡ് വാട്ട് ഇസ് യുവർ ലൈക്ക് ഹെയറിന്റെ പ്രശ്നം എന്താണ് അതിനനുസരിച്ചിരിക്കും. ഇനി ഷാംപൂയിങ് കണ്ടീഷനിങ് തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടി എടുത്ത് പറഞ്ഞത്. ഷാംപൂയിങ് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാംപൂ ഇസ് ഫോർ യുവർ സ്കാൽപ്പ്, അത് സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്യേണ്ട സാധനം. ആൻഡ് കണ്ടീഷണർ ഇസ് ഫോർ യുവർ എൻഡ്. സോ നമ്മുടെ ഹെയറിന്റെ എൻസിലാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. സോ അതൊന്ന് മനസ്സിലാക്കുക, അത് അങ്ങനെ വൈസ് വേഴ്സ ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ഹെയർ മാസ്ക്, അത് വേണമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ഒന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു ഫ്രേഗ്രൻസ്, നല്ല ഫ്രേഗ്രന്റ് ആയി നിൽക്കണം, അല്ലെങ്കിൽ നല്ല ഹെയർ, നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ള ഒരാൾക്ക് പിന്നെ നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ഹെയർ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഹെയറിന്റെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു. വേണമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. വീക്ക്ലി വൺസ് മാത്രം ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല വെയിലത്തൊക്കെ പുറത്തു പോകുന്ന ഒരാളാണെങ്കിൽ കയ്യിലൊരു സ്കാർഫും കൂടി കരുതുക. വേറൊന്നുമല്ല, നമ്മുടെ ഹെയറിനെ നമ്മൾ ഓവറായിട്ട് സണ്ണിന് എക്സ്പോസ്ഡ് ആയിട്ട് വെക്കാതിരിക്കുക. അതും ലൈക്ക് ഓവറായിട്ട് സൺ എക്സ്പോഷർ വന്നാൽ പോലും ഹെയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ബി മൈൻഡ്ഫുൾ അബൌട്ട് ദാറ്റ് ആസ് വെൽ. ഇത് സ്പെഷ്യലി നിങ്ങൾ ഡെയിലി ഒക്കെ ഈ 1 മണി 2 മണി സമയത്തൊക്കെ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ളതാണ് കേട്ടോ ഇത്. കമ്മിങ് ടു മൈ ലാസ്റ്റ് പോയിന്റ്, വേറൊന്നല്ല, 3 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഹെയർ കട്ട് ചെയ്യുക. കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ പലർക്കും ഹെയർ കട്ട് ചെയ്യാന്നുള്ളത് കുറെ പേർക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഹെയർ കട്ടിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാണ്ട് വെച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, സ്പ്ലിറ്റൻസ് വരും. സോ ബേസിക്കലി സ്പ്ലിറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പീസ് ഓഫ് ഹെയർ ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ എന്റെ എൻസിൽ വേറെയും ഹെയർ ഇങ്ങനെ വരും. സോ അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഹെയറിനെ എത്തിക്കാതിരിക്കുക. ഇറ്റ്സ് വെരി ബാഡ്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കുറെ കട്ട് ചെയ്യേണ്ടി വരും. ഞാൻ നല്ലോണം ഹെയർ കട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. 3 months കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്താൽ മതി. അത് തന്നെ is all you need to do. So yes, ഇതൊക്കെയാണ് എന്റെ ഈസി പീസി ഹെയർ കെയർ ടിപ്സ്. ഒരു ഹെൽത്തി ഹെയർ വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. ബട്ട് യെസ്, ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടവരെയല്ലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വിൽ മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശിസ്.